ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെമീസ് പാഷൻ ഹബ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെൻസിൽ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ആർട്ട് വർക്കുകളായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെൻസിൽ ഷെയ്ഡ്സ് ഇതുപോലെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ വർക്കുകളും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പെൻസിൽ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള വർക്കുകൾ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ രണ്ട് ചിറക് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ഒരു ബീനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പലതരത്തിൽ നമുക്ക് ബീസിനെ വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് രണ്ട് ചിറകുകളുള്ളൊരു കുഞ്ഞൻ തേനീച്ച പോലെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചു കൂട്ടുകാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. നെക്സ്റ്റ് ഒരു ഫ്ലവർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇതുപോലൊന്ന് എല്ലാ പെൻസിൽ ഷേവിങ്സും ഏകദേശം ഒരേ ഷേപ്പിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ്. അപ്പോൾ സ്റ്റിക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സെൻറ്ററിലേക്ക് ഒരു സ്റ്റെമ്മ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലീഫിനായിട്ട് ഇതുപോലെ രണ്ട് പെൻസിൽ ഷേവിങ്സ് വച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പെൻസിൽ ഷേവിങ്സിൻ്റെ അറ്റത്തായിട്ട് ഗ്രീൻ ഒരു കളർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് പിങ്ക് ഷെയ്ഡുള്ളൊരു പെൻസിൽ ഷേവിംഗ് ആണ്. അത് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ബട്ടർഫ്ലൈയുടെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ വിങ്സിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഈ ഒരു പെൻസിൽ ഷേവിങ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിയിൽ സ്റ്റിക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ പെൻസിൽ ഷേവിങ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ, നമ്മൾ വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ. നെക്സ്റ്റ് ഞാനൊരു കുർക്കര വരച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറുക്കരായിട്ടാണോ എലിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ നമ്മുടെ ഒരു മൈൻഡിൽ വരുന്ന ആ ഒരു ആർട്ട് വർക്കുകളാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ക്യൂട്ടായിട്ടൊരു അംബ്രല്ല ചെയ്യാനായിട്ട് ഗ്രീൻ കളർ ബോർഡർ വരുന്ന പെൻസിൽ ഷേവിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പെൻസിൽ ഷേവിങ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആർട്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ലീഫിനും അതുപോലെ തന്നെ അംബ്രല്ലയ്ക്കൊക്കെ ഗ്രീൻ കളർ ബോർഡറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്ലവറിനും ബട്ടർഫ്ലൈക്കൊക്കെ പിങ്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റെമ്മിന് ഗ്രീൻ കളറ് സ്കെച്ച് യൂസ് ചെയ്തൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രീൻ കളറിലുള്ള പെൻസിൽ ഷേവിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ബോർഡർ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പശുവിനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു രീതിയിലൊരു ചെറിയൊരു കാർട്ടൂൺ പിക്ചർ പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് കണ്ണും വായയും പിന്നെ ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാലുകളൊക്കെ ഇങ്ങനെ വച്ച് മടക്കി വെച്ച രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വാലൊക്കെ വരച്ച് ആ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വർക്കാണ് കേട്ടോ അത്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ പെൻസിൽ ഷേവിങ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് അത്ര അങ്ങോട്ട് സ്റ്റിക്ക് ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സംഭവങ്ങൾ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് സ്റ്റിക്കായി കിട്ടും. അപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ ഞാൻ രണ്ട് വിങ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു പക്ഷീനെയാണ് ഇതുപോലെ വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇനി നമുക്ക് പക്ഷിക്കൊരു ബാക്കിലൊരു ചെറിയൊരു വാല് പോലത്തെ ചെറുതും കൂടി ഒന്ന് വരച്ചു കൊടുക്കാനുണ്ട്. അപ്പം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു കുഞ്ഞി തുമ്പിനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊരു കുഞ്ഞി തുമ്പിനെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ തലയും കൊമ്പൊക്കെ ഒന്ന് വരച്ച് സെറ്റായി കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ എല്ലാ പെൻസിൽ ഷേവിങ്സും കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം സിക്സാഗായിട്ട് ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ല എളുപ്പമല്ലേ. നെക്സ്റ്റ് എല്ലാവരും കോമൺ ആയിട്ട് വരയ്ക്കുന്ന ഒരു പിക്ചറാണ് കേട്ടോ.
ഒരു ട്രീ. അപ്പോൾ ട്രീയുടെ ലീഫിന് ഗ്രീൻ കളറിലുള്ള ഈ ഒരു പെൻസിൽ ഷേവിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിലുള്ള പെൻസിൽ ഷേവിങ്സ് കുറച്ച് കളർ ഇളകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ നല്ല രീതിയിൽ ആ ഒരു ഗ്രീൻ കളർ ആവുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പേപ്പറിലേക്ക് ആവാതെ സൂക്ഷിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല വർക്ക് കാണാനായിട്ട്. നെക്സ്റ്റ് ഫുള്ള് റൗണ്ട് ആയിട്ടുള്ളൊരു പെൻസിൽ ഷേവിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തെങ്കിലും നമ്മൾ സെൻറ്ററിലേക്ക് ഒരു റൗണ്ട് കൂടി കട്ട് ചെയ്തപ്പോൾ അത് ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കണ്ണും മൂക്കും വായൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തായിട്ട് തോന്നിയേക്കുന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കൊരു മീനിനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പെൻസിൽ ഷെയ്ഡ്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷേപ്പൊക്കെ നമ്മുടെ വർക്ക് നോക്കിയിട്ട് എല്ലാവരും അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ മരത്തിന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സ്കെച്ചോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട് തന്നെ ഷെയ്ഡ് കൊടുക്കാവുന്നതാണ്. ഞാൻ ബ്ലാക്ക് കളറിലുള്ള പെൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ കളർ ചെയ്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാണാൻ നല്ല ഭംഗി തന്നെ ഉണ്ടാവും. ഇനി നമ്മുടെ മീനിന് കണ്ണൊക്കെ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പക്ഷിയുടെ ചിറകിൽ ഇതുപോലെ ബ്ലാക്ക് കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തെ ബോർഡേഴ്സ് കുറച്ചൊന്ന് പോയിട്ടുണ്ടായിട്ടോ. അതുപോലെ ഈ ഒരു ആർട്ട് വർക്കിൽ ഞാൻ ബോർഡേഴ്സൊക്കെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു പെൻസിൽ ഷേവിംഗ് ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ്സിനും എംബ്രോയ്ഡറി വീഡിയോസിനും ഫാബ്രിക് പെയിൻറ്റ് വീഡിയോസിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓൾ എന്നുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ കുട്ടീസും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.